ഹേ ബ്യൂട്ടിഫുൾ സോൾസ്, ആഗം ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വയനാട് വരെ ഒരു യാത്ര പോവാണ് കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്ന വീഡിയോസ് അധികം ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ തിരിച്ചു വരുന്ന വഴിക്ക് വേർത്തിയായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞു വന്നത് ഈ കാണുന്ന ഹണി മ്യൂസിയത്തെ കുറിച്ചാണ്. ഈ ഹണി മ്യൂസിയം റൺ ചെയ്യുന്നത് ഗാദിയാണ് കേട്ടോ. അപ്പോൾ ഗാദിയുടെ കീഴിലുള്ള ഒരു ഹണി മ്യൂസിയം ആണിത്. പഴയ വൈത്തിരിയിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയ സമയം നല്ല മഴയായിരുന്നു. വളരെ മനോഹരമായിട്ടാണ് അവർ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാർക്ക് ഉണ്ട്. ആദ്യം കയറി ചെന്നത് മ്യൂസിയത്തിലേക്കായിരുന്നു കേട്ടോ. ഹണി ബീസിനെ കുറിച്ചുള്ള ഒരു വാസ്റ്റ് നോളജ് ആണ് അവിടെ നിങ്ങളെയും കാത്തിരിക്കുന്നത്. വിവിധ തരം ഡിസ്പ്ലേകളിലൂടെ ഹണി ബീസിന്റെ ലൈഫ് സൈക്കിളും അതുപോലെ തന്നെ വിവിധ തരം ഹണി ബീസിനെയും പലരുടെയും കണ്ടെത്തലുകളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിവിധ തരം തേനുകളെക്കുറിച്ചും അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വിവിധ തരം എക്യുപ്മെന്റുകളും ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ റിസീവ് ചെയ്യാനും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഒക്കെ അവിടെ സ്റ്റാഫുകളുണ്ട് കേട്ടോ. അപ്പോൾ അവർ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി എന്തായാലും നമുക്ക് ഹണി മ്യൂസിയത്തിനുള്ളിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. ഈ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ കയറി ചെല്ലുന്നത് അവിടെയുള്ള ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്കാണ് കേട്ടോ. വിവിധ തരം തേനുകൾ പല ബോട്ടിൽസ് ആയിട്ട് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ചെറുതേനും കാട്ടുതേനും ലിച്ചിപ്പൂന്തേനും പുറ്റുതേനും അങ്ങനെ തുടങ്ങി നിരവധി വ്യത്യസ്തമായിട്ടുള്ള തേനുകളാണ് അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് 250 മില്ലി മുതലുള്ള ബോട്ടിൽസ് നമുക്ക് അവിടെ നിന്ന് വാങ്ങാനും പറ്റും. മ്യൂസിയത്തിന്റെ ഉള്ളിലുള്ളത് പോലെ തന്നെ നമ്മൾ ആ റീറ്റെയിൽ സ്റ്റോറിലേക്ക് വരുമ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യാനും അവിടെയുള്ള ആ തേനുകളുടെയൊക്കെ ഒരു മെഡിക്കൽ പേർപ്പസുകളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരാനും നമുക്ക് പറ്റിയത് ചൂസ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടി അവിടെയും നമുക്ക് ആൾക്കാരുണ്ട് കേട്ടോ. അതും നമുക്കിങ്ങനെ പറഞ്ഞു തന്ന്, അതായത് ഉറക്കക്കുറവുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒബസിറ്റി ഉള്ള ആൾക്കാർക്ക് അതുപോലെ കൈക്കും കാലിനൊക്കെ വേദനയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ തേനുകൾ ഏതാണ്, അപ്പോൾ ഏത് വാങ്ങണം എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനൊക്കെ അവിടെ ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനും പറ്റും. ഈ കാഴ്ച കണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ളത് ഹാൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വലിയൊരു കളക്ഷനാണ്. ഇവിടെ ഫാൻസി ആയിട്ട് വീട്ടിൽ വാങ്ങി വെക്കാൻ കഴിയുന്ന ഐറ്റംസ് മുതൽ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന പലവിധ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ കാഴ്ചയൊക്കെ കണ്ട് നടക്കുന്ന സമയത്ത് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ. അതായത് നമ്മൾ വന്ന സമയത്ത് പെയ്യുന്നതിനേക്കാൾ അടിപൊളിയായിട്ടാണ് മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് നമ്മൾ പോകുന്നത് മറ്റൊരു സെഷനിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിരവധി വിവിധ തരം സ്പൈസസ് ഉണ്ട്, അതുപോലെ തന്നെ ഒറ്റമൂലികൾ, എണ്ണകൾ,
ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ്, അതായത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗപ്പെടുന്ന ഐറ്റംസ് തന്നെയാണ് ഇവിടെയും ആ ഒരു ഔട്ട്ലെറ്റിൽ വെച്ചിരിക്കുന്നത്. ഇനി അതും കടന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പാക്ഡ് ആയിട്ടുള്ള ടീ പൗഡേഴ്സ് ആണ്. അതും വെറൈറ്റി ടൈപ്സ്, ഗ്രീൻ ടീ, ലീഫ് ടീ, ഫ്ലേവേർഡ് വൺസ്, അതുപോലെ തന്നെ കോഫി പൗഡേഴ്സ്, ഇവയെല്ലാം പാക്ക് ചെയ്തും കുപ്പികളായിട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പാക്കറ്റ് വേണമെങ്കിൽ പാക്കറ്റ് വാങ്ങാം, കുപ്പികളായിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം. ആ രീതിയിൽ അതും അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നതിൻ്റെയൊക്കെ മറുവശത്തായിട്ട് നട്ട്സിൻ്റെ വലിയൊരു ശേഖരമുണ്ട്. നട്ട്സ് മാത്രമല്ല കേട്ടോ, ചോക്ലേറ്റ്സും സ്വീറ്റ്സും ഒക്കെ അവിടെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുന്നതിനോടൊപ്പം ഒരു കുപ്പി തേനും അതോടൊപ്പം തന്നെ ഒരു ഹണി കോമ്പും കൂടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ വാക്സേ അത് കുറേ കാലമായിട്ട് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയൊക്കെ കണ്ടിട്ട് അത് കഴിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 സാധനങ്ങൾ വാങ്ങിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോഴും പുറത്ത് മഴ ഉണ്ടായിരുന്നു. ആ കാഴ്ചയൊക്കെ കണ്ട് കുറച്ചു നേരം കൂടിയിട്ട് അവിടെ അങ്ങനെ നിന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോടേക്കാണ് കേട്ടോ. അതിന് നമുക്ക് ഈ താമരശ്ശേരി ചുരം ഇറങ്ങണം. മഴ പെയ്യുമ്പോൾ ചുരം ഇറങ്ങുന്നത് ഒരു ഭംഗിയുള്ള കാഴ്ചയാണ്, പക്ഷെ ബ്ലോക്ക് പാടില്ല. നമ്മളങ്ങനെ ചുരം ഇറങ്ങാൻ വേണ്ടി തുടങ്ങി. ആ സമയവും നല്ല മഴ ഉണ്ടായിരുന്നു, അതോടൊപ്പം ചെറിയൊരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴയിൽ നനഞ്ഞു നിൽക്കുന്ന ആ ഘാട്ട് റോഡിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതൊരു വ്യത്യസ്തത തന്നെയാണ്. അങ്ങനെ വെസ്റ്റേൺ ഗാർഡ്സിന് ഇടയിലൂടെ ഒരു 9 ഹെയർ പിൻസ് ഒക്കെ ഇറങ്ങി നമ്മൾ ഇനി കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് പോവാണ്. മഴയായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വ്യൂ പോയിന്റിന്റെ ഭാഗത്തൊന്നും അധികം തിരക്കുണ്ടായിരുന്നില്ല, ആൾക്കാരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ ഇവിടെയൊക്കെ എപ്പോഴും ആൾക്കാരുണ്ടാവുന്നതാണ്. പിന്നെ ചെറിയൊരു ബ്ലോക്ക് കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ചുരം ഇറങ്ങി തുടങ്ങാം. വേനൽ എല്ലായിടത്തെയും പോലെ നമ്മളുടെ വയനാടിനെയും ശരിക്കും ബാധിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഇലകളൊക്കെ വാടിക്കരിഞ്ഞ് ആ ഒരു അവസ്ഥയിൽ, ആ ഒരു പച്ചപ്പൊന്നും അധികം കാണാനില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മളുടെ ചുരവും കിടക്കുന്നത്. പക്ഷെ ആ മഴ പെയ്ത സമയത്ത് നല്ലൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ചുരം കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ചുരം ഇറങ്ങുമ്പോഴാണ്. എന്തായാലും ഒരു നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ യാത്ര നല്ല സുഖമുള്ളതായിരുന്നു. ഇനി എന്തായാലും നമുക്ക് ഘാട്ട് റോഡിന്റെ കുറച്ച് കാഴ്ചകൾ കണ്ടുവരാം. ഇത് നിങ്ങളെ മടുപ്പിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഘാട്ട് റോഡിലൂടെയുള്ള യാത്രകൾ ഒരിക്കലും ആരെയും മടുപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ വെസ്റ്റേൺ ഘാട്ടിന്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം.
കുറച്ചു നേരം ആ വാഹനങ്ങളുടെയൊക്കെ ഇടയിൽ പെട്ടുപോയെങ്കിലും പിന്നീട് അവരെയൊക്കെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ മുന്നിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക, ഫ്രീ ആയിട്ടുള്ളൊരു യാത്ര നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ യാത്രയ്ക്ക് മറ്റൊരു എക്സൈറ്റ്മെൻറ്റ് കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹണി കോമ്പ് വാങ്ങിയിട്ടുണ്ടല്ലോ, അത് കഴിച്ചു നോക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി ഉണ്ട് കേട്ടോ. വീട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മൾ ചെയ്തത് അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. അങ്ങനെ അതൊന്ന് അൺബോക്സ് ചെയ്ത് ആ സംഭവം ഒന്ന് വായിൽ വെച്ച് നോക്കിയപ്പോഴാണ് സത്യത്തിൽ സമാധാനം കിട്ടിയത്. കാരണം ഇത് കഴിക്കാനുള്ള ആഗ്രഹവുമായിട്ട് കുറേ കാലമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ കാണുന്ന ബോക്സ് അവർ സെയിൽ ചെയ്യുന്നത്, ഖാദി സ്റ്റോറിൽ സെയിൽ ചെയ്യുന്നത് 600 രൂപയ്ക്കാണ് കേട്ടോ. പക്ഷേ അതൊരു വേർത്തി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കഴിച്ച ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ കാഴ്ചകളൊക്കെ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ദിസ് ഈസ് അനിൽ വി സൈനിങ് ഓഫ്. ബൈ ബൈ.